ദേശീയപാത ആറുവരിപ്പാതയുടെ ടാറിംഗ് ആലപ്പുഴയിൽ ആരംഭിച്ചു. അമ്പലപ്പുഴ കരൂർ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള 9 കിലോമീറ്റർ ടാറിംഗ് ആണ് ആദ്യ റീച്ചിൽ പൂർത്തിയാക്കുന്നത്. കരൂർ മുതലുള്ള ടാറിംഗ് ആരംഭിച്ചു. കിഴക്ക് ഭാഗത്തെ ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം പടിഞ്ഞാറ് ഭാഗത്തുള്ള ദേശീയപാത പൊളിച്ചു തുടങ്ങും. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് ആധുനിക സംവിധാനത്തിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. മണ്ണിട്ടുയർത്തി ഗ്രാനുലർ സബ് ബേസ് നിരത്തിയതിനു ശേഷം സിമന്റ് ട്രീറ്റഡ് ബേസ് പാളികൾ ഉറപ്പിച്ച ശേഷമാണ് ടാറിംഗ് ജോലികൾ നടക്കുന്നത്. വെള്ളം കെട്ടിനിന്നാൽ പോലും റോഡിന് തകരാറുണ്ടാകാത്ത തരത്തിലാണ് ടാറിംഗ് പൂർത്തിയാക്കുന്നത്. ഒരു വശത്തെ 13.5 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താനാകുന്ന മൾട്ടിപ്ലക്സ് പേവിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് ജോലികൾ പുരോഗമിക്കുന്നത്. ഇത്രയും വീതിയുള്ള യന്ത്രം സംസ്ഥാനത്ത് ആദ്യമായാണ് ഉപയോഗിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. നല്ല രീതിയിലാണ് ടാറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഇതൊരു സംഭവം. പുതിയ ടെക്നോളജി 2 കിലോമീറ്റർ തന്നെ ഏതാണ്ട് 1.5 ദിവസം കൊണ്ട് അവർ പൂർത്തീകരിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് പരമാവധി അവർ ചെയ്യുന്നത്. നല്ല രീതിയിലാണ്, നല്ല ക്വാളിറ്റി എല്ലാം. ചെറിയ യന്ത്രം ഉപയോഗിച്ചാൽ ടാറിംഗ് ചേരുന്ന ഭാഗം പിന്നീട് തിരിച്ചറിയാനും അടന്നുപോകാനും കാരണമാകും. ഇതൊഴിവാകാനാണ് വീതി കൂടിയ യന്ത്രം ഉപയോഗിക്കുന്നത്. രാത്രിയിലും ടാറിംഗ് ജോലികൾ നടക്കും. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് വാഹന ഗതാഗതം ഇതുവഴി തിരിച്ചുവിട്ടതിനു ശേഷം മറ്റു ഭാഗങ്ങളുടെ നിർമ്മാണ ജോലികൾ ആരംഭിക്കും. ജില്ലയിൽ തുറവൂർ മുതൽ കൃഷ്ണപുരം വരെ 83 കിലോമീറ്ററാണ് ആറുവരി പാതയുടെ നിർമ്മാണം നടക്കുന്നത്. 2023 മെയ്യിൽ 5 കിലോമീറ്റർ ആറുവരി പാത പൂർത്തിയാക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവാണ് കാലതാമസത്തിന് കാരണമായത്. അമൃത ന്യൂസ്, ആലപ്പുഴ.